നേതൃത്വം നാളെ രാജ്ഭവനിലേക്ക് സംയുക്ത സഭകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച്. തൃശൂരും പാലക്കാടും ഇന്ന് തെരുവിലിറങ്ങി പ്രതിഷേധം. സംഘത്തിന് ഇന്ന് കാണാൻ അനുമതി നൽകിയില്ല. മലയാളി വാർത്ത ഹിഡൻ എന്ന ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ അവസാനം വരെ കാണണം. കാരണം ചില ക്രിട്ടിക്കലായിട്ടുള്ള ഇംപാർഷ്യൽ, ഭരണപക്ഷത്തുമല്ല പ്രതിപക്ഷത്തുമല്ലാത്ത ഒരു അനാലിസിസ് ആയിരിക്കും ഞാൻ പറയുന്നത്. ബി ജെ പിയിൽ തന്നെ കേരള രാജീവ് ചന്ദ്രശേഖർ പറയുന്നു അവിടെ പരാതിക്ക് അടിസ്ഥാനമില്ലാത്ത ആണ് അവരെ അറസ്റ്റ് ചെയ്തത്. ഈ കന്യാശ്രീ 2 നന്മാരുടെ ഒപ്പം ഞങ്ങൾ ഉണ്ടാവും. അനൂപ് ആന്റണി ഇന്ന് രാവിലെ അവിടെ 5 മണിക്ക് എത്തി. അദ്ദേഹം അവിടെ മീറ്റിംഗ് നടത്തി, പ്രസ് കോൺഫറൻസ് നടത്തിയിട്ടുണ്ട്. ഇത് അവർ പുറത്തു വരുന്നവരെ ഞങ്ങൾ അവരൊപ്പം ഉണ്ടാവുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഡീറ്റെയിൽസ് ഞാൻ പോകാൻ ആഗ്രഹിക്കില്ല. കാരണം ആദ്യം അത് ട്രാഫിക്കിംഗ് ആയിരുന്നു, കറക്റ്റാണ്. പിന്നെ അവര് ട്രാഫിക്കിംഗ് ഫോർ ദ സേക്ക് ഓഫ് കൺവേർഷൻ അവിടെ ഒരു ആരോപണം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ കൃത്യമായിട്ട് ഹോം മിനിസ്റ്ററോട് സംസാരിക്കുന്നത് ഇത് അതല്ല. എനിക്ക് അവരുടെ അടുത്തുനിന്ന് എല്ലാ ക്ലാരിഫിക്കേഷൻ ഞാൻ വാങ്ങിച്ചു, കിട്ടിയിട്ടുണ്ട്. എനിക്ക് 100% വിശ്വാസമുണ്ട് ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, മിസ്കമ്മ്യൂണിക്കേഷൻ ആണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ആണ്. അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അനൂപ് ആന്റണി അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ അതിനു വേണ്ടി എന്ത് വേണമെങ്കിലും എന്ത് ചെയ്ത് മതപരിവർത്തനം ആയിരുന്നില്ല, ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആയിരുന്നില്ല. തെറ്റിദ്ധാരണ മൂലമാണ്. അതായത് തെറ്റിദ്ധാരണ എന്താ, ഇഷ്യൂ ഇവിടെ പരിവർത്തനം നടത്തിയിട്ടുണ്ട്, അതൊരു തെറ്റിദ്ധാരണയാണെന്നാണ് നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത്. അവിടെ പോയി ചെന്ന് അനൂപ് ആന്റണി പറയുന്നു മിസ്ഇൻഫർമേഷനാണ്. ഇതിനകത്ത് ആദ്യം ഇട്ടിരിക്കുന്ന FIR കൃത്യമായിട്ട് ഞാൻ കണ്ടു. കോടതിയിൽ കേസ് പോയിരിക്കുന്നത് ആദ്യത്തിട്ടിരിക്കുന്ന FIRന്റെ അടിസ്ഥാനത്തിലാണ്. പലതരത്തിലുള്ള മിസ്ഇൻഫർമേഷൻ പരത്താൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വസ്തുതകൾ അറിയാവുന്നത് ഇവിടുത്തെ പോലീസിനും ഇവിടുത്തെ ആളുകൾക്കുമാണ്. പെൺകുട്ടികളും അവരെ കൊണ്ടുവന്ന ഒരു ചെറുപ്പക്കാരൻ ആ സമയത്ത് സിസ്റ്റേഴ്സ് എത്തിയിട്ടില്ല. അതിൽ ഒരു പെൺകുട്ടി അവിടെ ഒരല്പം ഭാവപ്രകടനം നടത്തുകയും ആ പെൺകുട്ടിയുടെ ചില വിവരങ്ങൾ പൊതുസമൂഹത്തിൽ വന്നപ്പോൾ റെയിൽവേ പോലീസാണ് കേസെടുത്ത് FIR ഇട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും FIR വരുമ്പോൾ ഇപ്പൊ നിലവിലുള്ള ഭാരതീയ ന്യായ സംഹിതയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ള നിഷ്കർഷിച്ചിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ചായിരിക്കുമല്ലോ കേസെടുത്തത്. ആ കേസിട്ട കാര്യമാണ് ഇന്നലെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ കൂടി പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇതിൽ കൂടുതൽ വിശദമായ അന്വേഷണം ഉണ്ടാകും. ആ അന്വേഷണത്തിന് സർക്കാർ മുമ്പോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലോ വിൽ പ്രിവെയിൽ, അല്ലെങ്കിൽ ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിയമപരമായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ നിയമപരമായിട്ട് തന്നെയാണ്. അവിടുത്തെ മുഖ്യമന്ത്രിയെയും കണ്ടു, ആഭ്യന്തരമന്ത്രിയെയും കണ്ടു. അവർ പറയുന്ന നിയമത്തിന്റെ വഴിക്ക് പോകും. അതിൻ്റെ അർത്ഥം കുറ്റകൃത്യം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് കേസ് എടുത്ത് അറസ്റ്റ് ചെയ്തത്. ഇവിടെ വേറൊരു വശമുണ്ട്. മതപരിവർത്തനം എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കുന്ന സംഭവമല്ല. അവർ മതപരിവർത്തനം നടത്തിയിരുന്നെങ്കിൽ അതിനെതിരെ നേരത്തെ FIR രജിസ്റ്റർ ചെയ്ത് സിസ്റ്റേഴ്സിനെ അവിടെ രണ്ടാമത് 2 കുട്ടികളെ കൂടെ മതപരിവർത്തനം കൊണ്ടുപോകാനായിട്ട് വന്നപ്പോഴായിരുന്നു അറസ്റ്റ് ചെയ്യേണ്ടത്. ഇത് 2 പേര് വന്ന് ട്രെയിനിൽ ഇറങ്ങുന്നു, അവരുടെ ടിക്കറ്റ് ഇല്ല എന്ന് പറയുന്നു. അത് ചോദ്യം ചെയ്തപ്പോൾ ഞങ്ങളെ സിസ്റ്റേഴ്സ് കൊണ്ടുപോകാനായിട്ട് വരുമെന്ന് പറഞ്ഞ് വന്ന സിസ്റ്റേഴ്സിനെ അവർ ഈ കേസ് ഫോൾസ് കേസ് ചാർജ് ചെയ്തിട്ട് അറസ്റ്റ് ചെയ്തു. FIR നേരത്തെ ഇട്ടിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ട് അവിടെ തൊണ്ടി സഹിതം കുറ്റകൃത്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നടക്കാനുള്ള പോസിബിലിറ്റി ഉള്ളപ്പോൾ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കാര്യമുണ്ട്. അപ്പോൾ ഇത് ഫാബ്രിക്കേറ്റഡ് ആണെന്നുള്ളതാണ് ഈ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ പല സ്ഥലത്തുനിന്ന് വരുന്നത്, പ്രത്യേകിച്ച് സംഘപരിവാറിൻ്റെ സൈഡിൽ. പിന്നെ ഈ ഏത് കുറ്റകൃത്യം നടന്നാലും അതിനോട് ചേർന്ന് നിൽക്കുന്ന കുറേ പേരുണ്ട്. കുറ്റകൃത്യത്തോടല്ല, അവർ ചേർന്ന് നിൽക്കുന്ന സമൂഹത്തിൽപ്പെട്ട ആരെങ്കിലുമാണ് കുറ്റകൃത്യം ചെയ്യുന്നതെങ്കിൽ അവരെ ന്യായീകരിക്കുക. അവിടെ കുറ്റകൃത്യം നടന്നോ ഇല്ലയോ ഉള്ള നീതിയോ ന്യായമോ അല്ല, അവരുടെ സൈഡ് ചേർന്ന് നിൽക്കുക. ഒരു മതത്തിൽ ഒരാൾ ചെയ്താൽ, ഒരു മതാധിപൻ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല, അതെല്ലാം ഫാബ്രിക്കേറ്റഡാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ ചെയ്താൽ അത് പ്രതിപക്ഷത്തിൻ്റെ അവൻ്റെ ആരോപണം കെട്ടിച്ചമച്ച കഥ, രാഷ്ട്രീയ പകപോക്കൽ. ഒരു വീട്ടിലെ ഒരു ആൺകുട്ടി, ആരുടെ മക്കള് എവിടെയെങ്കിലും ഒരു ബലാത്സംഗം ചെയ്താൽ എൻ്റെ മക്കൾ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല, അല്ലേ അതിനെ മാലാപാർവതി ന്യായീകരിച്ച പോലെ അവർ ഉഭയകക്ഷി പ്രകാരമാണ്
ബന്ധത്തിലേർപ്പെട്ട ഇപ്പം ന്യായീകരണ തൊഴിലാളികൾ എന്ന് പറയുന്ന കൂട്ടർ എല്ലായിടത്തും ഉണ്ട്. കാരണം അവരുടെ ചിന്താഗതി നിഷ്പക്ഷമല്ല. അവരെന്തിനോട് എവിടെയോ ഒക്കെ ചാഞ്ഞ് നിൽക്കും. ആ ചാഞ്ഞ് നിൽക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യും. അതുപോലെയാണ് BJPക്കാർ ഇവിടെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് തെറ്റില്ല. ബിഷപ്പ് ഫ്രാങ്കോ കന്യാസികളെ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് ഇന്ത്യ മൊത്തം ഭയങ്കര കോളിളക്കം സൃഷ്ടിച്ച കഥയായിരുന്നല്ലോ. എന്നിട്ട് ഇവിടുത്തെ വിശ്വാസികൾ എന്താ ചെയ്തേ? ഫ്രാങ്കോയെ സപ്പോർട്ട് ചെയ്തു. കാരണം അച്ഛന്മാരും ഫ്രാങ്കോമാരുമാണല്ലോ ഈ പൂജ നടത്തുന്നത്. സിസ്റ്റേഴ്സ് പൂജ നടത്തുന്നില്ലല്ലോ. അപ്പം അവിടെ പോയി ഇവർക്ക് നാക്ക് നീട്ടി ഭക്ഷണം സ്വീകരിക്കണമെങ്കിൽ പുരുഷന്മാരുടെ ഇത് വേണം, പൂജ വേണം. എന്നിട്ട് അതിനു വേണ്ടി പ്രാർത്ഥന, മറ്റുള്ള നമസ്കാര ക്രിയകൾ, കൊന്തകളും ഒക്കെയാണ് ഇവിടുത്തെ വിശ്വാസികൾ ചെയ്തത്. ഇത് വിശ്വാസികളെ പോലെ തന്നെ നമ്മുടെ PC ജോർജ് ആരെയാ അന്ന് സപ്പോർട്ട് ചെയ്തത്? പുരുഷ മേധാവിത്വത്തെ. ഈ കോടതിയിൽ ഒരു കേസെത്തിയാലും ഇപ്പം നമ്മുടെ ഭാവനയുടെ നടൻ ദിലീപുമായിട്ട് ബന്ധപ്പെട്ട കേസ് കോടതി നടക്കുന്നു. ആ പീഡനത്തെക്കാൾ വലിയ പീഡനമല്ലേ കഴിഞ്ഞ 8-10 കൊല്ലമായിട്ട്. അവിടെ പോയി പരസ്യമായിട്ട് നാറ്റിച്ചല്ലേ വിചാരണ നടക്കുന്നത്. രഹസ്യ ഇൻ ക്യാമറ വിചാരണ വേണമെന്ന് പറഞ്ഞാലും ഡസൻ കണക്കിന് വക്കീലന്മാർ അവിടെ ഇരിക്കുന്നത്. അവരുടെ മുന്നിലാണ് ഇവളെ കൊണ്ട് എന്തൊക്കെയാണ് നടന്നതെന്ന് പറയിപ്പിച്ച് ആസ്വദിക്കുന്നു. അപ്പോൾ കോടതിയിലും പുരുഷ മേധാവിത്വം, പൊളിറ്റിക്കൽ പാർട്ടിയിലും പുരുഷ മേധാവിത്വം, രാഷ്ട്രീയ പാർട്ടികളിലും പുരുഷ മേധാവിത്വം, കളിസ്ഥലങ്ങളിലാണ് നോക്കുക. ഡസൻ കണക്കിന് ഗുസ്തി താരങ്ങളെയാണ് നമ്മുടെ ഗുസ്തിയുടെ കോച്ച് ഡൽഹിയിൽ പീഡിപ്പിച്ചത്. അതിനെതിരെ ഗുസ്തി താരങ്ങളെല്ലാം പരാതി ചെയ്തു. അവർ മാസങ്ങളോളം സമരം ചെയ്തു. അവർക്ക് കിട്ടിയ ഒളിമ്പിക് മെഡലുകൾ പോലും അവർ വലിച്ചെറിയാനായിട്ട് പോയി. എന്നിട്ട് നമ്മുടെ മോദിമാൻ താടിവാല സന്യാസി എന്തെങ്കിലും ചെയ്തോ? താടിവാല സന്യാസി പുരുഷപക്ഷത്ത് നിന്നു. അപ്പോൾ സ്ത്രീകൾക്ക് ഇന്ന് നീതി കിട്ടുന്ന ഒരു വ്യവസ്ഥിതി ഇവിടെ ഇല്ല നമ്മുടെ രാജ്യം. ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി CPM-ലെ സ്ത്രീകൾ പരാതിപ്പെട്ടാൽ CPM-കാർ തന്നെ അന്വേഷിക്കും. ഇന്ന് പോലീസ് കേസില്ല. അവരുടെ കോടതിയിൽ അന്വേഷിക്കുക, എന്നിട്ട് പുരുഷന്മാരെ കുറ്റപ്പെടുത്തുക. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും ഇരട്ടത്താപ്പുകാരാണ്. ഇനിയിപ്പോൾ അതുകൊണ്ട് അവിടുത്തെ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. അവർക്ക് കുറ്റം തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കട്ടെ, അല്ലെങ്കിൽ കോടതി കുറ്റമുക്തരാക്കും. പിന്നെ ഇവിടെ നമ്മുടെ രാജ്യത്തെ സിസ്റ്റങ്ങളിൽ മജോറിറ്റിയും ഫ്ലോയാണ്. ഏതെങ്കിലും ഒരു ആൾ പോലീസ് എന്തെങ്കിലും കള്ളക്കേസ് ഉണ്ടാക്കി കൊണ്ടുപോയി ഉടനെ 14 ദിവസത്തെ റിമാൻഡ്. ഇതെന്തിനാ 14 ദിവസത്തെ റിമാൻഡ് എന്നുള്ള ആ ഒരു കൾച്ചർ അത് തന്നെ ഇതിൽ നിന്ന് നിയമ വ്യവസ്ഥയിൽ നിന്ന് എടുത്തു മാറ്റേണ്ടതാണ്. അവിടെ കുറ്റവാളികളോട്, കുറ്റകൃത്യം ആരോപിക്കപ്പെട്ടവരോട് ചോദിച്ച് വിവരങ്ങൾ ജഡ്ജ് ചെയ്ത് മനസ്സിലാക്കി അവരെ സ്വന്തം ജാമ്യത്തിൽ വിടാമല്ലോ. അവർ ഒളിച്ചോടാൻ സാധ്യതയുള്ളവരാണോ, കടന്നു കളയാൻ സാധ്യതയുള്ളവരാണോ, കുറ്റകൃത്യം പിന്നെയും ചെയ്യാൻ സാധ്യതയുള്ളൂ, ഇങ്ങനെയുള്ള നിഗമനത്തിലെത്താനായിട്ട് ഒരാളുടെ വിശദീകരണം കേട്ടാൽ ഏത് മനുഷ്യജീവിക്കും മനസ്സിലാവും. ഇവൻ മൃഗങ്ങൾക്ക് പോലും മനസ്സിലാവും നമ്മളൊരു കാര്യം പറഞ്ഞാൽ. അപ്പം നമ്മുടെ ഇവിടുത്തെ വ്യവസ്ഥിതി മാറാതെ ഇവിടെ നീതി ന്യായവും തുല്യമായിട്ട് എല്ലാവർക്കും കിട്ടിയില്ല. ആ വ്യവസ്ഥിതി എന്ന് പറയുന്നത് ജനാധിപത്യം എന്നുള്ള ആ വ്യവസ്ഥയാണ് ഇതിനെല്ലാം കാരണക്കാരൻ. നന്ദി. ലോകമെമ്പാട് പോയാലും മലയാളി സിസ്റ്റേഴ്സിനെ അല്ലെ ഫാദേഴ്സിനെ കാണാൻ പറ്റും. അവർ കൂടുതലും വിദ്യാഭ്യാസ മേഖലകളിലായിരിക്കും പ്രവർത്തിക്കുക. മിക്ക സ്ഥലങ്ങളിലും സ്കൂളുകളുണ്ട്. ക്രിസ്ത്യൻ റൺ സ്കൂൾ എനിവെയർ ഇൻ ഇന്ത്യ, ഇറ്റ് ഈസ് മോസ്റ്റ്ലി റൺ ബൈ മലയാളീസ്. 1998 വാജ്പേയി ഭരിക്കുന്ന കാലത്തായിരുന്നു വടക്കേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെ. മിഷണറിമാരെന്ന് പറയുന്നത് കൂടുതലും ഈ സ്കൂളുകൾ നടത്തുന്നവരായിരിക്കും. അപ്പോൾ സ്കൂളിൻ്റെ പല കാര്യങ്ങളിലായിട്ട് നമ്മൾ ഇവിടെയാണെങ്കിൽ ലോകമെമ്പാടും ഏത് രാജ്യത്ത് ചെന്നാലും ജോലിക്കായിട്ട് ആൾക്കാരെ വയ്ക്കുക. അത് ജോലി എന്ന് പറയുന്നത് ടീച്ചിങ് ജോലി തന്നെയല്ല, എല്ലാ ജോലികൾക്കും. സ്വീപ്പേഴ്സ് ആയിട്ടായാലും ആൾ വേണം, കുക്കിങ്ങിനായിട്ടായാലും ആൾ വേണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ആളുകൾ വേണം. ഇതെല്ലായിടത്തും എല്ലാവരും ചെയ്യുന്നതാണ്. സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്നവരോ അല്ലെങ്കിൽ സ്കൂളിൽ സ്കില്ലില്ലാത്തവരോ വിദ്യാഭ്യാസം കുറവുള്ളവരായിരിക്കും ഇതുപോലെയുള്ള മാനുവൽ ലേബേഴ്സിന് പോകുന്നത്. ഇപ്പോഴായാലും നമ്മുടെ കേരളത്തിലായാലും ഈ ബീഹാറികളും ബംഗാളികളും മുഴുവൻ വരുന്ന മാനുവൽ ലേബേഴ്സ്. അതുപോലെ ഈ സിസ്റ്റർമാർക്കും അവിടെ കോൺവെന്റിലും സ്കൂളിലും പണിയെടുക്കാനായിട്ട് ജോലിക്കാരെ വേണം. അവർ ജോലിക്കാരെ കൊണ്ടുവരും. നമ്മൾ ജോലിക്കാരെ വേണമെങ്കിൽ എന്താ, നമ്മൾ ആരോടെങ്കിലും പറയും, പരിചയക്കാരോട് പറയും, എവിടെയെങ്കിലും ഉണ്ട് ആരെങ്കിലും വേണമെന്ന്. ഇവിടെ ഇപ്പം പല ഏജൻസികളും കാണും. നമ്മുടെ ഹോം സർവീസ് ഏജൻസി, ഹോം നേഴ്സ് ഏജൻസിമാർ, മാൻ പവർ ഏജൻസികൾ. അതിപ്പം ഇൻഫോസിസിനായാലും TCS-ലായാലും ഏറ്റവും വലിയ IT കമ്പനികൾക്കായാലും മാൻ പവർ സപ്ലൈ ഏജൻസികളുണ്ട്.
അതൊക്കെ മോഡേൺ നെയിമിൽ, മോഡേൺ പേരുകളിൽ അറിയപ്പെടുന്നുള്ളതേ ഉള്ളൂ. സംഗതി എല്ലാവരും ചെയ്യുന്ന സെയിമാണ്. അതായത് നമുക്കൊരാളെ ജോലിക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നവരുടെ അടുത്ത് പറയുന്നു. അങ്ങനെ ഈ സിസ്റ്റേഴ്സ് 2 ജോലിക്കാരെ കൊണ്ടുവന്നു എന്നാണ് പരിവർത്തനത്തിന് കൊണ്ടുവരുന്നതാണെന്നുള്ള വ്യാഖ്യാനം നൽകിയാണ് അവരെ കസ്റ്റഡിയിലെടുത്തത്. ഈ കുട്ടികൾ വന്ന് ഈ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ അവിടെ സിസ്റ്റേഴ്സ് ഇല്ല. ഇവരിറങ്ങിയപ്പോൾ തന്നെ ഇത് നേരത്തെ പ്രീ പ്ലാൻ ചെയ്തു വെച്ച ഒരു അജണ്ടയായിരുന്നു നമ്മുടെ ബജ്രംഗ് ദളിൻ്റെ. അതായത് ഇവരെ കൊണ്ടുവരാനുള്ള പ്ലാനിങ് ചെയ്തത് പോലും അവരായിരിക്കണം. ഈ സിസ്റ്റേഴ്സ് ആരെങ്കിലും ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ഏജന്റ് ഇവരുടെ അടുത്ത് എന്ന് പറഞ്ഞു കാണും. അപ്പോൾ അവരൊരു കോൺസ്പിറസി തിയറി ഉണ്ടാക്കി. അതായത് തിരക്കഥ. നമ്മുടെ നാട്ടിൽ തിരക്കഥയുണ്ട്. നവീൻ ബാബുവിനെ കൊല്ലണമെങ്കിൽ അതിനൊരു തിരക്കഥയുണ്ട്. ഗോവിന്ദചാമിയെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തണേൽ അതിനുമുണ്ടൊരു തിരക്കഥ. അപ്പോൾ ഈ തിരക്കഥകൾ എഴുതുന്ന ജീനിയസിന്, വിഷണറീസിന് പല കാര്യങ്ങളും ഭാവിയിലേക്കുള്ള തീരുമാനിച്ച് നേരത്തെ നടപ്പാക്കാൻ പറ്റും. അങ്ങനെ നടപ്പാക്കിയാണ് ഇവരെ കുടുക്കിയത്. എന്നിട്ട് അവരെ ജയിലിൽ വിടേണ്ട ആവശ്യമില്ലല്ലോ. ഇവർക്ക് ഏകദേശം തെളിവുണ്ടായിട്ടാണല്ലോ ഇവർ അറസ്റ്റ് ചെയ്തത്. അപ്പം പിന്നെ ജയിലിൽ വിടുന്ന എന്തിനാ? തെളിവെടുപ്പിനായിട്ട് അവരെ വിളിച്ചാൽ മതിയായിരുന്നു. അവരങ്ങോട്ട് ഒളിച്ചോടി പോകുന്നവരല്ലോ. അപ്പം ജയിലിലൊക്കെ ഇട്ട് ഒന്ന് അപമാനിക്കണം. ഇത് മോദി ഗവൺമെൻറ് വന്നതിൽ പിന്നെയുള്ള ഒരു പ്രത്യേക അജണ്ടയാണ്. ഈ അജണ്ട പാവപ്പെട്ട അച്ഛന്മാർക്കും മെത്രന്മാർക്കും നേരത്തെ മനസ്സിലായില്ല, മുസ്ലിങ്ങൾക്കും മനസ്സിലായില്ല. ആദ്യം ബാബറി മസ്ജിദ് സുപ്രീം കോടതി വിധി വരുന്നതിനപ്പുറം മോഹൻ ഭഗവത്ത് RSSൻ്റെ ചീഫ് ഡൽഹിയിലുള്ള മുസ്ലിം ക്ലർജിമാരെയൊക്കെ സന്ദർശിച്ചു, സൗഹൃദ സംഭാഷണം നടത്തി. എന്തിനാ? ഈ വിധി ഹിന്ദുവിന് അനുകൂലമായിട്ടായിരിക്കുമെന്ന് നേരത്തെ അറിയാം. അപ്പം മറ്റുള്ളവരുടെ വികാരങ്ങളെ അധികം വ്രണപ്പെടാതിരിക്കാനുള്ള ഒരു മസാജിങ്, ഒരു ഡിപ്ലോമാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് അതുപോലെ വന്നു. അതേപോലെ മണിപ്പൂർ കലാപം തുടങ്ങുന്നതിന് 2 മാസം മുമ്പായിരുന്നു ഈസ്റ്ററിന് ഡൽഹിയിൽ മോദി ഒരു പള്ളിയിൽ പോകുന്നു, മെത്രാന്മാരെ കാണുന്നു, അവരൊന്നിച്ച് ലഞ്ച് കഴിക്കുന്നു. അങ്ങനെ അന്നേ ഞാൻ പറഞ്ഞതാണ് അടി വരുന്നുണ്ടേ പുറകെ സൂക്ഷിച്ചോണെന്ന്. പക്ഷേ മെത്രാന്മാർക്കൊന്നും മനസ്സിലായില്ല. അത് കഴിഞ്ഞപ്പോൾ മണിപ്പൂർ കലാപം തുടങ്ങി. മോദി അങ്ങോട്ട് പോയിട്ടേ ഇല്ലല്ലോ. കൂടാതെ മണിപ്പൂരിൽ നിന്നുള്ള ഒരു മന്ത്രി കേരളത്തിൽ സന്ദർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ വീട് ആക്രമിക്കപ്പെടുന്നു. ഇതുവരെ ഒരു മന്ത്രിമാരും മണിപ്പൂരിൽ നിന്നുള്ളവർ കേരളം സന്ദർശിച്ചിട്ടില്ല കഴിഞ്ഞ 75 കൊല്ലമായിട്ട്. അപ്പോൾ കേരളത്തിലോട്ട് വിട്ടതിനൊക്കെ മന്ത്രിമാരുടെ ഭവനത്തിന് പോലും രക്ഷയില്ല എന്ന് സ്ഥാപിക്കാനായിട്ട്. അത് നമ്മുടെ അച്ഛന്മാർക്ക് മനസ്സിലായില്ല. അച്ഛന്മാർക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഈ ധൃതരാഷ്ട്രാലിംഗനം പോലെയാണ് ഈ നേതാക്കന്മാർ ഇലക്ഷൻ വരുമ്പോൾ പള്ളികളിലും ക്രിസ്ത്യ കുടുംബങ്ങളിലും കേക്കുമായിട്ട് പോകുന്നു, കെട്ടിപ്പിടിക്കുന്നു. അതിൻ്റെ പൊരുൾ ഇപ്പോൾ അവർ മനസ്സിലായി. ഈ പ്രസംഗം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അച്ഛന്മാർക്ക് ഇപ്പോഴും മനസ്സിലായെന്നുള്ളത്. ഇതെല്ലാം കണ്ടുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു പിതാവുണ്ട്. അദ്ദേഹം ധൃതരാഷ്ട്ര. അദ്ദേഹത്തിന് മനസ്സിൽ ചില വിഷമങ്ങളുണ്ട്. ആ വിഷമങ്ങൾ എങ്ങനെ പറയും? അദ്ദേഹം അന്ധനാണ്. അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തിയില്ല. പക്ഷേ അദ്ദേഹത്തിന് ഒരു വരമുണ്ട്. നമുക്കറിയാം സംഭവം എന്താ. അദ്ദേഹത്തിനൊരു വരമുണ്ട്. ആരെ ആലിംഗനം ചെയ്താലും അത് ഞെരിഞ്ഞമർന്ന് പൊടിയായിട്ട് മാറും. ഇത് പണ്ടേ ഞാൻ 1-2 വീഡിയോയിൽ നേരത്തെ പറഞ്ഞതാണ്. ഈ മോദി എപ്പം റാപ്രോച്ച് സ്നേഹപ്രകടനമായിട്ട് വരുന്നോ അതിൻ്റെ പിന്നാലെ അടി വരും എന്നുള്ളത് നോക്കിക്കോണം. അതുകൊണ്ട് ഈ മോദിയോട് അത്രയും പ്രേമത്തിന് പോകേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഭൂമി മനുഷ്യകുലം ഉണ്ടായതിൽ പിന്നെ ഇത്രയും വലിയൊരു ബ്ലഫ് മാസ്റ്ററെ ഭൂമിക്ക് സൃഷ്ടിക്കാൻ പറ്റിയിട്ടില്ല. എല്ലാം നമ്പർ 1 ബ്ലഫാണ്. ഓപ്പറേഷൻ സിന്ദൂർ തന്നെ ഒരു ബ്ലഫായിരുന്നു. പുള്ളി പറയുന്നതൊക്കെ നുണയാണ്. എന്നാൽ ഈ നുണയാണെന്ന് മനസ്സിലാക്കാനുള്ള ഇത് മെജോറിറ്റി ആൾക്കാർക്കില്ല. ഇപ്പം തന്നെ പറയുന്നു, ഇന്നത്തെ പാർലമെൻറ്റ് ചർച്ചയിൽ പറഞ്ഞതാണ്, പാകിസ്ഥാൻ്റെ ആണവ ഭീഷണിക്ക് വഴങ്ങുകയില്ല. അതിൻ്റെ അർത്ഥം എന്തുവാ? ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പാകിസ്ഥാൻ ആണവ ഭീഷണി മുഴക്കി. അത് മുഴക്കിയതാണ് അവിടുന്ന് ട്രംപ് വിളിച്ച് പറഞ്ഞ് യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിച്ചു, അല്ലെ പാകിസ്ഥാൻ അതിഭയങ്കരമായിട്ട് ആക്രമിക്കും. അതിഭയങ്കരമായിട്ട് ആക്രമിക്കും എന്ന് പറഞ്ഞത് ഇന്ന് പാർലമെൻറ്റ് മോദി സമ്മതിച്ചു. അന്നേരം മോദി പറഞ്ഞു, ഞങ്ങൾ അതിനുപോലെ തിരിച്ചും അടിക്കും. മോദി എന്ന് പറയുന്ന ഒരു ലോക നേതാക്കളും ഭരണാധികാരിയും വിളിച്ച് യുദ്ധം നടത്തണമെന്ന് പറഞ്ഞിട്ടില്ല.
ട്രംപ് നേരിട്ട് പറഞ്ഞില്ല. വൈസ് പ്രസിഡൻ്റാണ്, അമേരിക്കൻ വൈസ് പ്രസിഡൻ്റാണ് മോദിയെ വിളിച്ച് സംസാരിച്ചത്. അപ്പം മോദി നുണ പറഞ്ഞാലും അത് സത്യമായിട്ട് വരുന്നത്. അത് ട്രംപ് സംസാരിച്ചിട്ടില്ല, അപ്പോൾ അത് സത്യമല്ലേ? അപ്പോൾ ലോക നേതാക്കൾ എന്ന് പറഞ്ഞ വൈസ് പ്രസിഡന്റുമാരെ നേതാക്കന്മാരായിട്ട് പെടുത്തിയിട്ടില്ല. എന്നിട്ട് കേരളത്തിൽ നിന്ന് BJP-ക്കാരെന്തേ വിട്ട്? ഒരു അനൂപ് ആൻ്റണിയെ ഛത്തീസ്ഗഡ് വിട്ടു. അയാൾ അവിടെ ചെന്നിട്ട് എന്തുവാ ചെയ്തേ? ഛത്തീസ് ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കണ്ടു. അവർ പറയുന്നതൊക്കെ റിപ്രൊഡ്യൂസ് ചെയ്തു. അതായത് നിയമത്തിൻ്റെ വഴിക്ക് പോകും. അപ്പം നിയമപരമായിട്ട് ഇവരെ അറസ്റ്റ് ചെയ്തതും കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ്. അത് അതിൻ്റെ വഴിക്ക് പോട്ടെ, അവർ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്ന് വ്യംഗ്യേനയാണ് അനൂപ് ആൻ്റണി സംസാരിച്ചത്. അപ്പോൾ ഈ അനൂപ് ആൻ്റണി, പിന്നെ ജോർജ് കുര്യൻ സംസാരിച്ചൊന്ന് കേട്ടു നോക്കൂ. ഛത്തീസ്ഗഡില് സിസ്റ്റർ പ്രീതിയും അതുപോലെ തന്നെ വന്ദനയും അറസ്റ്റ് ചെയ്യപ്പെട്ട വിഷയത്തില് ആദ്യമായിട്ട് പറയാനുള്ളത്, ചേർത്തലയിലാണ് അവരുടെ ഹെഡ്ക്വാർട്ടർ. അവരുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആ കോൺഗ്രിഗേഷനാണ്. ഈ സംഭവം തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ അവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അവർ ഇന്നലെ ജാമ്യാപേക്ഷ കൊടുക്കാനാണ് തീരുമാനിച്ചത്. പക്ഷേ അത് മറ്റാരോ ഇന്നലെ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചു. ഇന്നലെ കൊടുക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായില്ല. പക്ഷെ അവിടെ വളരെ അകലയിൽ നിന്ന് പോലീസ് ഈ പെൺകുട്ടികളുടെ രക്ഷിതാക്കളെ അവിടെ എത്തിച്ചിരുന്നു. ഞായറാഴ്ച തന്നെ ഇവർക്ക് ജാമ്യം കൊടുക്കണമെങ്കിൽ, അവരെ ഹാജരാക്കണമെങ്കിൽ കോടതിയിൽ അത് വേണമല്ലോ, അതിനുവേണ്ടി എത്തിച്ചിരുന്നു. ഞായറാഴ്ച തന്നെ എത്തിച്ചിരുന്നു. ഇന്നലെ മുഴുവൻ, ഞായറാഴ്ചയും ഇന്നലെയും മുഴുവൻ അവരവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തില്ല. ഇന്നും അതിനുള്ള ലക്ഷണം കാണാത്ത അവസരത്തിൽ പോലീസ് അവരെ തിരിച്ചു കൊണ്ടുപോകുന്നൊരവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇവർ സിസ്റ്റേഴ്സ് വിളിച്ചിട്ട് അവർ തിരിച്ച് വന്നിട്ടുണ്ടാവും. ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അവ്യക്തതയാണ്. ഈ സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ്, അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ്, അവരുടെ അനുവാദം ഇല്ലാതെ ആരോ അവിടെ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുകയും എന്തൊക്കെയോ തീരുമാനം ഇവരുടെ വക്കാലത്തില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരാരുമില്ല. അതായത് ഈ ബെയില് മാറ്റിവെക്കും എന്നൊക്കെ പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ആരുമില്ല. അവിടെ കോൺഗ്രസ്സുകാരെത്തിയിട്ടുണ്ട്. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ടവരെന്ന് പറയുന്ന ആൾക്കാര് ഒരു ശ്രദ്ധയും അവിടെ ചെലുത്തുന്നില്ല. BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഉത്തരവാദിത്തപ്പെട്ടവരും ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടവരും ആരും തന്നെ അവിടെ ഇല്ല. കോൺഗ്രസ്സുകാരെത്തി. ഞാനവരെ കുറ്റം പറയില്ല, കോൺഗ്രസ്സുകാരെ കുറ്റം പറയില്ല. അവര് പ്രതിപക്ഷ കക്ഷിയാണ്, അവർക്ക് പോകാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ടവര് കോൺഗ്രസ്സുകാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നടക്കും? കോൺഗ്രസ്സുകാർ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലേ അവർ ശ്രമിക്കുള്ളൂ, അവരെ കുറ്റം പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരാരെങ്കിലും അവിടെ എത്തുന്നത് നല്ലതാണ്. ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുകയും സംസാരിക്കുകയും ചെയ്യുന്നവര് അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരാരും തന്നെ ഇന്നലകളിൽ നമ്മൾ ചാനലുകളിലും ഒക്കെ കണ്ട ആരും തന്നെ അവിടെ ഇല്ല. ആ കോടതിയിലുമില്ല, അത് മോണിറ്റർ ചെയ്യാനുമില്ല. സിസ്റ്റേഴ്സിനെ അവര് വളരെയധികം ചിന്താക്കുഴപ്പത്തിലാക്കുകയാണ്. രാഷ്ട്രീയക്കാർക്ക് വിട്ടുകൊടുക്കാനാണെങ്കിൽ എന്തിനാണിത്? ഞാനൊരു സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്കായി വേണ്ടി പക്ഷപാതം പിടിക്കാൻ എനിക്ക് സാധിക്കില്ല. പക്ഷേ ക്രിസ്തുവിന്റെ പേരിൽ എനിക്ക് പറയാനുള്ള അവകാശമുണ്ട്. എന്റെ വിശ്വാസം അതായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇങ്ങനെ ജനങ്ങളെ വഞ്ചിപ്പിക്കരുത്, കബളിപ്പിക്കരുത്. രണ്ട് സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ തമ്മിലടിപ്പിച്ചിട്ട് ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ ആക്ഷേപിച്ചുകൊണ്ട് അവിടെയുള്ള മലയാളികൾക്ക് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. മാത്രമല്ല കേരളത്തിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് മുതലെടുക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അത് രാഷ്ട്രീയ പ്രതിയോഗികളെ മാത്രമല്ല ഞാൻ പറയുന്നത്, ഉത്തരവാദിത്തപ്പെട്ട പണി ചെയ്യണം. അത് ഈ ജാമ്യം മാറ്റിവെക്കാൻ, ജാമ്യം എപ്പം കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ സിസ്റ്റേഴ്സ് മാത്രമാണ്. നിയമം അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. സിസ്റ്റേഴ്സ് മാത്രമാണ് അവിടെ പോകണം. അവരവിടെ പോവുകയും ആ കൺഫ്യൂഷൻ, ഇവരുണ്ടാക്കിയ കൺഫ്യൂഷൻ, കാരണം ഇന്നലെ ജാമ്യം കിട്ടേണ്ടത് അത് മാറ്റിവെക്കുന്നു. കാരണം ഒരു ദിവസം കൂടെ ബഹളം വെക്കാമല്ലോ.
ഒരു സംസ്ഥാനത്തെ കുറ്റം പറയാമല്ലോ, ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ കുറ്റം പറയാം. അവിടുത്തെ രീതി അവിടെയല്ലേ, കേരളത്തിലെ രീതി കേരളത്തില്. അപ്പൊ അതുകൊണ്ട് മാത്രമല്ല, കേരളത്തിലെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായിട്ട് ശ്രമമാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ പറയുന്നത് ഞാൻ എല്ലാവരുടെയും മന്ത്രിയാണ്. പിന്നെ ഇവിടെ ഈ കോലാഹലം ഉണ്ടാക്കുന്നവർക്ക് രാഷ്ട്രീയ ചായ്വ് വെച്ചാണ് കോലാഹലം ഉണ്ടാക്കുന്നത്. അവിടെ പോയി ജാമ്യാപേക്ഷ കൊടുപ്പിക്കാൻ പോലും അവരെ ചില പാർട്ടിക്കാർ സമ്മതിച്ചില്ല. അതും BJPയെ വൈറ്റ് വാഷ് ചെയ്യുന്ന ന്യായീകരണ തൊഴിലാളി ജോർജ് കുര്യൻ എന്ന് പറഞ്ഞ മന്ത്രിസഭ പറയുന്നത് കേട്ടോ. ഛത്തീസ്ഗഡിലെ നിയമം അവിടെ നടപ്പാക്കും, കേരളത്തിലെ നിയമം ഇവിടെ. ഇത് കോൺഗ്രസ് പാർട്ടിയും മറ്റുള്ളവരും ചേർന്ന് ബെയിൽ ആപ്ലിക്കേഷന് സമ്മതിച്ചില്ല. എന്നിട്ട് ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ ഇപ്പം മനസ്സിലായില്ലേ, അവിടുത്തെ ഗവൺമെൻറ് അതിനെ എതിർക്കുന്നു. അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ്റാണ് സംഗതി ഫിക്സ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് കോൺഗ്രസ് പാർട്ടിയൊക്കെ കുറ്റം പറയുന്ന പ്യുവർ നെറികെട്ട രാഷ്ട്രീയക്കാരനായിട്ടല്ല ജോർജ് കുര്യൻ അറിയപ്പെട്ടിരുന്നത്. BJPയുടെ ചായക്കപ്പ് വെറുക്കുന്നവനായിട്ടാണ് 10-40 കൊല്ലം കൂടെ നടന്നത്, സൂട്ട് കേസ് വെറുക്കാനും ചെരുപ്പ് വെറുക്കാനും ഒക്കെ. പക്ഷെ ഇപ്പം പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയെക്കാളും വൃത്തികെട്ട നെറികെട്ട രാഷ്ട്രീയം. അയാൾക്ക് അവിടെ കന്യാസികളെ അറസ്റ്റ് ചെയ്ത് ന്യായമാണോ അന്യായമാണോ എന്നുള്ളതായിരുന്നു പറയേണ്ടത്. അതിനെപ്പറ്റിയാണ് സംസാരിക്കേണ്ടത്. ഇതിപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് ന്യായീകരിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു കുരയ്ക്കുന്ന വാലാട്ടിപ്പട്ടി. അതായത് ജോർജ് കുര്യനും അനൂപ് ആൻ്റണിയും BJPയുടെ കേരളത്തിലെ വളർത്തു നായ്ക്കളാണ്. അവർ BJPക്ക് വേണ്ടി ഇതുപോലുള്ള അവസരങ്ങൾ വരുമ്പോൾ കുരച്ചുകൊണ്ട്, അതിൽ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ന്യായീകരണ തൊഴിലാളികൾ. എല്ലാത്തിനും നമുക്കിവിടെ ന്യായീകരണ തൊഴിലാളികളുണ്ട്. അവർ എവിടെ ചാഞ്ഞ് നിൽക്കുന്നു, എവിടെ ചാരാനുള്ള സപ്പോർട്ട് കിട്ടുന്നു, എവിടുന്ന് ബെനിഫിറ്റ് കിട്ടുന്നു, അവർക്ക് വേണ്ടി അവർ പറയുന്ന അവരുടെ ഹിതത്തിനനുസരിച്ചുള്ളത് വിളമ്പിക്കൊണ്ടിരിക്കും. അതാണ് അനൂപ് ആൻ്റണി ജോർജ് കുര്യനും ചെയ്തത്. ഈ അച്ഛന്മാരും ബിഷപ്പുമാരും ജോർജ് കുര്യൻ കേരളത്തിൽ വരുമ്പോഴൊക്കെ തോളത്ത് വെച്ചും അരമനയിലും കൊണ്ടു നടന്ന് സൂപ്പിക്കാറുണ്ട്. എന്നിട്ടിപ്പോൾ കണ്ടില്ലേ അവൻ അന്തസ്സുള്ളവനാണ്. ഇത് പ്രശ്നത്തിന് വേണ്ടി രാജിവെക്കേണ്ടതായിരുന്നു. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ള മന്ത്രിയല്ലത്. ഏതെങ്കിലും ജനങ്ങൾ എവിടെയെങ്കിലും പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വാദിക്കണം. ഇതിപ്പോൾ ഇയാളെ ഈ ക്രിസ്ത്യാനി മന്ത്രിയാക്കിയത് ക്രിസ്ത്യാനിക്ക് വേണ്ടി ഈ ക്രിസ്ത്യാനികളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയല്ലേ? അല്ലെ പിന്നെ ആരെങ്കിലും പിടിച്ചാക്കിയാൽ പോരെ കേരളത്തിൽ നിന്ന്. അപ്പം ക്രിസ്ത്യാനിയെ പിടിച്ചാക്കിയത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ശബ്ദിക്കാൻ വേണ്ടി തന്നെയാണ്. അതല്ലാന്ന് പറയുന്ന ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെയൊക്കെ അരമനെ പോയിട്ട് കേരളത്തിൽ കാലുകുത്താൻ സമ്മതിക്കേണ്ടത്. എന്ത് ചെയ്യുക? നമ്മുടെ ഈ ബിഷപ്പുമാർക്കും അച്ഛന്മാർക്കും ഈ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ ഭയങ്കര പൊക്കി പിടിച്ചുകൊണ്ട് നടക്കണം. വെച്ചാൽ അവരുടെ കാര്യങ്ങൾ സാധിക്കാം. വിശ്വാസികൾക്ക് എന്ത് സംഭവിച്ചാലെന്തോ അവർക്ക്. ജോർജ് കുര്യൻ പറയുന്ന അവരേതോ ഇൻഡിപെൻഡന്റ് സഭയാണ്, അസീസി ഫോർ ജീസസ് ഇമ്മാക്കുലേറ്റ് എന്ന്, മേരി ഇമ്മാക്കുലേറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പം അവർക്ക് വേറെ ആരും ഇല്ല, അവരൊറ്റയ്ക്കാണ്, അവരുടെ ഇഷ്ടം പോലെ അവർ ചെയ്യുന്നുണ്ട്, നമ്മൾ എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ള അർത്ഥത്തിലാണ് അവരൊരു ഒറ്റപ്പെട്ട സഭയാന്ന് പറഞ്ഞത്. അതുപോലെ 100 കണക്കിന് ഒറ്റപ്പെട്ട സഭകളുണ്ട്. ഒറ്റപ്പെട്ട സഭയല്ല പിന്നെ മെത്രാന്മാരുടെ കീഴിൽ കിടക്കണം. മെത്രാന്മാർക്കുള്ള അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന പള്ളികളും ഇടവകകൾ എന്ന് പറയുന്നതൊക്കെയാണ്. ഇതുപോലുള്ള സഭകൾ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ലോകമെമ്പാടും ഉള്ളത്. കേരളത്തിൽ തന്നെ ഒരു 10, 50, 100 അതുപോലെ ഇൻഡിപെൻഡൻറ്റ് സഭകളുണ്ട്. അവർ ഏത് സമുദായത്തിൽപ്പെട്ടതാണോ അവരുടെ കുറേ കാര്യങ്ങളിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പം ലത്തീൻ സഭയ്ക്കുണ്ട്, മലങ്കര സഭയ്ക്കുണ്ട്, കത്തോലിക്ക സഭയ്ക്കുണ്ട്, പെന്തക്കോസ്തുകാർക്ക് കൊണ്ടുവന്നുണ്ട്, മാർത്തോമ, മലങ്കര, മറ്റേ ജാക്കോബൈറ്റ്സ്, ഇവർക്ക് എല്ലാവർക്കും സഭകളുണ്ട്. സഭകളിൽ ഇന്ന് ഉള്ളവർ തുടങ്ങിയ കോൺഗ്രിഗേഷൻസും കാണും. ഇവിടെ നടന്നത് ബേസിക്കലി ഒരു ആൾക്കൂട്ട വിചാരണയാണ്. ആൾക്കൂട്ടം കൂടി പറയുന്നു ഇതേ മനുഷ്യക്കടത്ത് നടത്തുന്നു, മതം മാറ്റുന്നു. മതം മാറ്റുന്നുണ്ട്, അതിന് തെളിവായിട്ട് കൊണ്ടുപോയിട്ട് ഇവർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്താൽ മതിയല്ലോ. ഇതിപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ എന്തെങ്കിലും പരാതി കൊടുത്താൽ ഉടനെ പോയിട്ട് അറസ്റ്റ് ചെയ്യുന്നു, ഈ പാവപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ പോലെയാണ് അവിടെ ഈ പരാതി കിട്ടുന്നവിടെ അറസ്റ്റ് ചെയ്ത്. ആദ്യം അന്വേഷിക്കുക, പ്രഥമ ദൃഷ്ടിയ ഇത് തെളിവുണ്ടെന്നുള്ള അന്വേഷിച്ച് കണ്ടെത്തട്ടെ. ഇത് റെയിൽവേ സ്റ്റേഷൻ വന്നിറങ്ങിയ ഉടനെ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ എന്ത് പ്രഥമ ദൃഷ്ടിയ തെളിവുകളുണ്ട്? അത് തെളിവ് സൃഷ്ടിക്കാനായിട്ട് അവിടെ ഒരു ആൾക്കൂട്ടം കൂടെ. അവിടെ ഈ ട്രക്കിലൊക്കെ പശുക്കളെ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ബഫളോനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർ ആൾക്കൂട്ടം കൂടി തല്ലിക്കൊല്ലുന്നു എന്ന് പറഞ്ഞ പോലത്തെ ഒരു നടപടി. ഇവിടെ സിസ്റ്റേഴ്സിനെ തല്ലിക്കൊല്ലാണ്ടിരുന്ന ഭാഗ്യം. ഇനി അടുത്തത് ഇലക്ഷന് മുമ്പ് മോദി ചെയ്യാൻ പോണത് അതാ. അയാൾക്ക് രാജ്യമോ രാജ്യസ്നേഹമോ മനുഷ്യനോ ഒന്നുമില്ല. സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് അമ്മയെ ഉപേക്ഷിച്ച് നടക്കുന്ന ആളാണ് അയാൾക്ക് അവിടെ അധികാരം കിട്ടണം, പണം ഉണ്ടാക്കണം. എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു പെർസെപ്ഷൻ, ഇപ്പോൾ ഈ ഇൻസിഡൻറ്റ് ഉണ്ടാക്കിയത് പാർലമെൻറ്റിൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ചർച്ച നടക്കുക.
ആ ചർച്ചയിൽ നിന്ന് പ്രതിപക്ഷ പാർട്ടിക്കാരുടെയും കോൺഗ്രസിൻ്റെയൊക്കെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയുള്ള ഒരു അരങ്ങേറ്റമായിരുന്നു ഈ ഛത്തീസ്ഗഡിൽ നടന്നതെന്നാണ് എൻ്റെ ബലമായ അഭിപ്രായം. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഞാൻ